കോച്ചേ, നമ്മുടെ കളിക്ക് മുമ്പ് നിങ്ങൾക്കൊരു കോച്ചിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നീയാണോ എന്നെ കോച്ച് ചെയ്യാൻ പോകുന്നത്? ഞാനല്ല. എന്നാ ആരാ? ഹലോ, ഞാനാ പെപ്പ് ഗാർഡിയോള. ഓ ഹലോ ബ്രോ. കളിക്ക് മുമ്പ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഓഹോ, വലിയ ഉപകാരം ബ്രോ. ഞാൻ ഒരു പേപ്പറും പേന എടുക്കട്ടെ, 1 മിനിറ്റ്. പോയിന്റ് നമ്പർ 1, ആ ഹാളണ്ടിനെ കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവും തോന്നില്ല. അങ്ങേര് എന്തായാലും അവരെ പൂട്ടും. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വെച്ച് അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ. എന്നെപ്പറ്റി എന്തോ പൊക്കി അടിക്കുന്നുണ്ട്. അടുത്ത പോയിന്റ്, അവന്മാരിൽ ആരെ മാർക്ക് ചെയ്യാനാണ് പ്ലാൻ? അതാ വിനീഷ്യസിനെ നല്ലോണം മാർക്ക് ചെയ്യണ്ടേ? ഫ്രണ്ടിൽ കളിക്കുന്ന എല്ലായിടത്തിനെയും മാർക്ക് ചെയ്തോ? അങ്ങനെ ആരെ വെച്ച് തന്ത്രം മെനയൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ. അടുത്തത്, പെനാൽറ്റി കിട്ടിയാലും ആദ്യത്തെ ഗോൾ അടിക്കരുത്. അങ്ങേർക്ക് കംബാക്ക് എന്ന് കേട്ടാ പ്രാന്ത. അല്ല, അതിപ്പോ എന്തായാലും ഞാൻ പിള്ളേരടുത്തൊന്ന് പറഞ്ഞു നോക്കാം. ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ വളരെ ശ്രദ്ധിച്ചു കേട്ടോ. ഒരു 60-65 മിനിറ്റ് ആകുമ്പോഴത്തേക്കും അങ്ങേരെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. അവനെ ഇടം വലം തിരിയാൻ സമ്മതിക്കരുത്. അങ്ങേരെ ഒറ്റയടിക്ക് 4 പേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4 എണ്ണത്തിനെ അനങ്ങാൻ സമ്മതിക്കരുത്. ഇത് ഇവന്മാരെല്ലാം കൂടെ നോക്കണമെങ്കിൽ വെളിയിൽ നാളെ ഇറക്കേണ്ടി വരുമല്ലോ. അതടയ്ക്ക് എനിക്കും തോന്നിയിട്ടുണ്ട്. അടുത്ത പോയിന്റ് എഴുതിക്കോ. ഒരു 80 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ 2 ഗോളിന് ജയിച്ചിരിക്കാന്ന് കരുതുക. എന്തോ ചെയ്യും? ഫോർവേഡിൽ നിന്ന് 2 പേരെ വലിച്ചിട്ട് ഡിഫൻസ് സ്ട്രോങ് ആക്കും. ഒരിക്കലും ചെയ്യരുത്. ഉള്ള ആ മൊമെന്റം കളയാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, അത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്താലും എക്സ്ട്രാ ടൈം എന്ന് പറഞ്ഞൊരു സാധനം വരും. 5-6 മിനിറ്റ്. പക്ഷേ ഒരു നൂറ്റാണ്ടിന്റെ ദൈർഘ്യം തോന്നിക്കുന്ന മിനിറ്റുകളും. അങ്ങേരുടെ അറ്റാക്കിംഗ് പീക്ക് മൊമെന്റിലെത്തുന്ന സമയമാണത്. അതും കൂടി കഴിഞ്ഞ് കിട്ടിയ പിന്നെ ഒരു വിസിലടിക്കും, ഫൈനൽ വിസിൽ. അപ്പം നമ്മൾ ജയിക്കുമല്ലേ? ജയിക്കും, അവന്മാര് ജയിക്കും. അത് ശരി, ഇതൊക്കെ ചെയ്തപ്പോൾ തോക്കാനായിരുന്നാ? ചെയ്തു നോക്ക്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് വിസിലടിക്കാൻ സമയമാകുമ്പോൾ അങ്ങനെ ജയിക്കാറാണ് പതിവ്. നിങ്ങൾ എത്ര വട്ടം ജയിച്ചിട്ടുണ്ട്? എനിക്ക് പറഞ്ഞു തരാനല്ലേ അറിയൂ, ചെയ്യാൻ അറിഞ്ഞൂടല്ലോ. ശരിയെന്നാ, വലിയ ഉപകാരം.